ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ആനക്കുട്ടിയെ ചെയ്തെടുത്താലോ? ഇതും പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. സോയിൽ ക്ലേ വെച്ച് ചെയ്തതിൽ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയ ഒരു വർക്കാണ് ഞാൻ മുന്നേ ചെയ്ത റൊമാൻറ്റിക് ക്ലേ കപ്പിളിന്. ഇത്തിരി ബുദ്ധിമുട്ടിയാണ് അത് ചെയ്തതെങ്കിലും അതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെയിന്റോട്ട് അടിച്ചെടുത്തപ്പോൾ അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് ഈ ആനക്കുട്ടിയെ ചെയ്തെടുത്തത്. ക്ലേയിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെസ്ക് ഡെക്കോർ ഐറ്റം ആയി. സോയിൽ ക്ലേ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും വർക്കുകൾ ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ ചെയ്തെടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്തെടുത്തതിൽ വല്ല മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണേ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഗീവ്അവേയുടെ കാര്യം ആരും മറക്കല്ലേ. ഒക്ടോബർ 10-നാണ് ഗീവ്അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ടോപ്പ് കമന്ററായ 3 പേരെയാണ് വിന്നേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണുന്നവർക്ക് ഇതൊരു മടുപ്പാണ്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതിനെക്കുറിച്ച് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറയുന്നത്. ആനക്കുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിന്റ് അടിക്കാം. ഏത് കളർ പെയിന്റ് അടിക്കേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. കൂടുതൽ പേര് പറയുന്ന കളർ ഏതാണോ ആ കളർ പെയിന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.